മമ്മു മമ്മുവിനെ തൂക്കി. മമ്മുവിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹനാൻ്റെ ഒരു സ്റ്റോറി ഞാൻ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ മമ്മുവിനെ പിടിച്ച കാര്യം പെട്ടെന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ എന്താണെങ്കിലും മമ്മു ഒരു 10-14 ദിവസം കിടക്കും. ഓക്കെ, ഇതിൽ ഹനാൻ ഷായുടെ സ്റ്റോറിക്കകത്ത് ന്യൂലി ആഡഡ് സെക്ഷൻസ് ഉണ്ട്. ബോത്ത് ആർ നോൺ ബെയിലബിൾ ആണ്. ഇവന് വക്കീലില്ല കേട്ടോ മമ്മൂന്. ഞാൻ അന്വേഷിച്ചേ, മമ്മൂൻ്റെ വക്കീലിന് പകരം തൊപ്പിയുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന വക്കീലിനെ ഏൽപ്പിച്ചു മമ്മു, അല്ലെങ്കിൽ നമ്പർ കൊടുത്തു എന്നുള്ളതൊക്കെയാണ് മനസ്സിലായത്. മമ്മു വാസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി ഹോണറബിൾ CGM കോർട്ട് ആൻഡ് ഹാസ് ബീൻ റിമാൻഡഡ് ടു ദി സബ് ജയിൽ പെരിന്തൽമണ്ണ. മഞ്ചേരി പോലീസാണ് ബുക്ക് ചെയ്ത് പെരിന്തൽമണ്ണ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും 10-14 ദിവസം കിടക്കും. അതിനിടയിൽ പോലീസുകാർ പറയിപ്പിക്കാനുള്ളതൊക്കെ പറയിപ്പിക്കും. ഈ കൂട്ടത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു പേടുകയാണെങ്കിൽ ആദ്യം പാടാൻ പോണത് ഇവനാണ്, മമ്മുവാണ് എന്നുള്ളത്. കാരണം ഇവന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വായ്ത്താളം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒളിവിൽ പോകാൻ സഹായിക്കാൻ ആരുമില്ല. എന്തിനു വക്കീലായിട്ട് പോലും ഒരാൾ ഇവൻ്റെ അറിവിലില്ല. അങ്ങനത്തെ ഒരു പഴമൊഴുങ്ങിയാണ് ഈ ബടുവ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെടുകയാണെങ്കിൽ ഇവനാണ് ആദ്യം പെടുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉറപ്പിച്ചതാണ്. എന്താണെങ്കിലും കുടുങ്ങി, പോലീസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവൻ പറയും, ബാക്കിയുള്ളവരെയൊക്കെ വഴിയെ തൂക്കും. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. മീഡിയയിൽ ഇന്ന് വന്ന കുറേ ന്യൂസും പിന്നെ റാംബോ ഇതിനിടയിൽ ലൈവ് വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും. ഓക്കെ, ഞാനിത് റാംബോൻ്റെ ലൈവ് വീഡിയോ ഒരു സെപ്പറേറ്റ് കോണ്ടൻ്റ് ആക്കി ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരുടെയൊക്കെ കേസിൻ്റെ അപ്ഡേറ്റ് എന്താ, ഈ കേസൊക്കെ എവിടെ വരെ എത്തും? ഇതിന് മുമ്പും തൊപ്പിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് റിസൾട്ട് എന്ന് അറിയണമല്ലോ, എന്താണ് വിഷയങ്ങൾ. ഇപ്പോഴുള്ള വിഷയം ഭയങ്കര സീരിയസ് ആണ്. ഇതിന് മുമ്പുണ്ടായ വിഷയങ്ങളെ പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ ഈ സീരിയസ് സാധനങ്ങൾക്ക് എങ്ങനെ സിസ്റ്റം ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് ഇടുന്നു എന്നുള്ളതൊക്കെ അറിയണമല്ലോ നമുക്ക്. അത് വന്നതിന് ശേഷം റാംബോൻ്റെയും കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും തൊപ്പി റിലേറ്റഡ് ആയിട്ട് 2 ദിവസമായിട്ട് വരുന്ന, ഇന്നലെയും ഇന്നുമായിട്ട് വരുന്ന അങ്ങനത്തെ കുറേ വിഷയങ്ങൾ, അവാലടക്കം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ലഹരി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര സീനാണ്. അത് ബാക്കിയുള്ളതിനെ പോലെയൊന്നുമല്ല. സോ അതിൻ്റെ ഒരു ആസ്പെക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന്മാരെ ഡെഫിനറ്റ്ലി പിടിച്ച് തൂക്കി ഇവന്മാരെ കൊണ്ട് തത്തമ പറയിക്കുന്ന പോലെ എല്ലാം പറയിപ്പിക്കണം. എന്തൊക്കെയാണ് അവിടെ നടന്നത്, ഇവന്മാരുടെ ട്രാക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയിപ്പിക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഇന്നിപ്പോൾ ഒരു കാപ്പ ചുമത്തിയ ഒരുത്തൻ ജയിലിലിരുന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓന് ഫാൻസില്ലേ ഇവിടെ? കള്ളനും കൊലപാതകയ്ക്കും പീഡകനും വരെ ഇവിടെ ഫാൻസ് ഉണ്ട്, മനസ്സിലായോ? പിന്നെ കുട്ടികളായ തൊപ്പിയുടെ ഫാൻസ്, കുട്ടികൾ തൊപ്പി മാത്രം കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് വഴിയേറ്റിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ കൺസേൺ ഒന്നും ന്യൂസ് 18 അല്ലെങ്കിൽ ബാക്കി ചാനൽസിനോ വേണ്ട. നിങ്ങളുടെ തമ്മിലും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്യാവശ്യം വ്യൂ കിട്ടാനും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഇവിടെ എല്ലാവരും ചെയ്യലുണ്ട്. ആരും ഒട്ടും കുറവുള്ള ഐറ്റങ്ങളൊന്നുമല്ല. പിന്നെ ഇവൻ്റെ കേസിലേക്ക് വരുമ്പോൾ, തൊപ്പിയുടെ കേസിലേക്ക് വരുമ്പോൾ എഗെയിൻ കുട്ടികൾ എന്നുള്ളത് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനതെപ്പോഴും പറയും, ഇവൻ വൃത്തികെട്ടവനാണ്, വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ആ വൃത്തികേടിന് ഇവനുള്ളത് ഇവന് കിട്ടണം. ഓക്കെ, പക്ഷെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറായിരുന്നു തൊപ്പി എന്നുള്ളത് മാത്രം. ബാക്കിയുള്ള ഫാക്ടേഴ്സൊന്നും നിങ്ങൾക്ക് എന്താ കണ്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ തട്ടിക്കളയുകയാണ്. രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് കുട്ടികൾക്ക് ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വളരുന്ന സാഹചര്യത്തിൽ കിട്ടുന്നില്ലേ? അവർ ചുറ്റുപാടുള്ള പല ടോക്സിക് എൻവയോൺമെൻറ്റ്സ് ഇല്ലേ? എന്തിനിറങ്ങുന്ന സിനിമകളടക്കം എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? കഥാപാത്രങ്ങളടക്കം അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഒക്കെ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കുറേ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ അത് കുട്ടികൾ എന്നുള്ളതിൽ നിങ്ങൾ ഒതുക്കല്ലേ. ഞാൻ എഗെയിൻ എന്ന് പറയുന്നത് തൊപ്പിയുടെ വളർച്ചേൻ്റെ ഒരു മേജർ പങ്ക് വെച്ചിട്ടുള്ളത് കുട്ടികൾ ജീപ്പ് ചെയ്യൂടെ ഇത്രയും കാശ്. ജീപ്പ് ചെയ്യുന്നത് ആരാ നോക്കും? എൻ്റെ ലൈവിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഈ അബ്രോഡ് ഇരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളാണ്. അതായത് നാട്ടിലെ വൈബ് മിസ് ചെയ്യുകയാണ്. നാട്ടിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെയാണ്, 4 തെറി വിളിക്കും, കുറച്ച് അപരാധം പറയും. അങ്ങനെ ഒരു റോ ലെവലിൽ പോകുന്ന ഒരു നാട്ടും പുറത്തുനിന്ന് പെട്ടെന്ന് പ്രവാസ ലോകത്തേക്ക് പോയി അവർക്ക് ഇവൻ്റെ ലൈവ് വീഡിയോസിൽ ഈ അപരാധവും ഈ ക്രിഞ്ചും ഈ പറഞ്ഞ തുണിയില്ലാത്ത ചാടിക്കളിയും തെറിവിളിയും കാണുമ്പോൾ അവർക്കൊരു ഹരം. അവരിവനെ മൂപ്പിക്കാൻ വേണ്ടി വീണ്ടും
ഈ കൂട്ടിലിട്ട കുരങ്ങന്മാർക്ക് ഇങ്ങനെ കാശ് എറിഞ്ഞു കൊടുത്തിട്ട് കളിക്കടാന്ന് പറയില്ല. ആ പരിപാടി കാണിച്ചത് ഇവിടുത്തെ പ്രവാസികളായിട്ടില്ല. ഞാൻ എല്ലാ പ്രവാസികളെയും പറയുന്നില്ല, ചിലർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം പ്രവാസികൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ മാത്രമൊന്നുമല്ല. ഓക്കെ. പിന്നെ ഇവിടുത്തെ സിസ്റ്റം, എത്ര കേസിനെതിരെ വന്നു. പലതും ഈ പറഞ്ഞ പോലെ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടും കണ്ടന്റ് വാല്യൂവിനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കേസ് എന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പലതും ഇറലവൻ്റ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കേസുകൾ വന്ന സമയത്ത് ഒരു തോക്കിൻ്റെ കേസ് വന്നിരുന്നു. ഒരു ബസ്സുകാരനെതിരെ തോക്ക് ചൂണ്ടി. അതൊക്കെ ഭയങ്കര ട്രിഗറിങ് സാധനമായിരുന്നു എൻ്റെ. അതിലൊക്കെയാണ് അന്വേഷണം നടത്തേണ്ടതും വേണ്ടിയിരുന്നതും അല്ലെങ്കിൽ ആ ടൈമിൽ പറയേണ്ടിയിരുന്നതും ചെയ്യേണ്ടിയിരുന്നതും ഒക്കെ. ഞാൻ അന്നും വിമർശിച്ചിട്ടുണ്ട് തൊപ്പീനെ. അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ ഈ വിഷയം, ദിസ് ഈസ് വെരി സീരിയസ്, ഭയങ്കര സീരിയസ് ആണ്. കാരണം പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി, അപ്പം എന്നാൽ പിന്നെ ആ സാധനം വേറൊരു ഭീകര സാധനം വെച്ച് മറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് ഷമീറിൻ്റെ ഐറ്റം കൊണ്ടുവന്ന് വിട്ടത്. പിന്നെ കേട്ടാണല്ലോ നമ്മൾ അനാൻഷാൻ്റെ വിഷയമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ കേസിനൊക്കെ നടക്കണം. ഇത് സാഹചര്യമൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളത്. ഏത് ഫ്രണ്ട്സ്, അതൊക്കെ തീർന്ന് ഇപ്പം ആകെ റാമ്പോ ഉണ്ടാവും. മുനു പിന്നെ തൊപ്പിയുടെ വഴിക്ക് പോകില്ല. പിന്നെ ഞാൻ മുനുവിനായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. റാമ്പോ കാണും, തൊപ്പി കാണും. അതിലും കൂടുതൽ റാമ്പോ തൊപ്പി അല്ലാതെ പിന്നെ ആ ബെൽറ്റിൽ എവിടെ ഫ്രണ്ട്സ്? ബാക്കി ഇപ്പുറത്തെ സൈഡിലല്ലേ ഷമീർ, പാമ്പ്, ജാസി, മമ്മു പിന്നെ പോലീസിൻ്റെ കയ്യിലായല്ലോ. അഷ്വാക്ക്, എഡിറ്റേഴ്സ്. അപ്പോൾ ഇവർ സഹകരിക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മളെ പോലീസുകാരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാരണം കൃത്യമായ ട്രാക്ക്, എനിക്ക് തോന്നുന്നത് തൊപ്പി അടക്കം അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. 1-2 ദിവസം കൊണ്ട് അന്ന് വാതിൽ പൊട്ടിച്ച് കയറിയ സീനൊന്നും ആയിരിക്കില്ല ഇപ്രാവശ്യം തൊപ്പീനെ കൈ കിട്ടിയ. അവർ നല്ല രീതിയിൽ സീനാക്കിയിട്ട് തന്നെ തൊപ്പീനെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ അതത് അങ്ങനെ ആയിരിക്കും മിക്കവാറും. എന്താണെങ്കിലും അങ്ങനെ പോലീസുകാർ വെറുതെ അങ്ങോട്ട് തന്നെ വിദേശത്തേക്ക് വിടാനോ അല്ലെങ്കിൽ ഇവൻ്റെ പാസ്പോർട്ട് മാത്രം കണ്ടു കെട്ടിയിട്ട് റിക്കോർഡ് നോട്ടീസ് അടക്കം ഇട്ടിട്ടുണ്ടാവുക ഇവൻ ഇങ്ങനൊരു ട്രൈ നടത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ പോലീസ്. ആൻഡ് ഇതേപോലത്തെ ഒരു കേസ് വരുന്നു. ഇത്രയും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിൽ തന്നെ വേറൊരാളുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിക്കുന്നു. അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നടക്കുമ്പോഴേ ഇവനെ ട്രാക്ക് ചെയ്യണ്ടേ. അല്ലാതെ അന്ന് വളിക്കേസിൽ ഇവനെ പിടിക്കാൻ ഓടിയ മാതിരി അങ്ങനത്തെ ചീഞ്ഞ കേസല്ലല്ലോ ഇത്. ആണോ? വളിപ്പാട്ട് പാടിയ ചീഞ്ഞ കേസല്ല ഇത്. ഇത് കുറച്ചും കൂടി ഗ്രാവിറ്റി കൂടിയ, സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ലഹരി അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള, സ്ത്രീ വിഷയം അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള, പോക്സോ അടക്കം പറയപ്പെടുന്ന വിഷയങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പം അന്ന് മുതൽ ഇവനെ മോണിറ്റർ ചെയ്യുക, ഇവൻ എവിടെ പോകുന്നു, ആരൊപ്പം ഇരിക്കുന്നു, ആരൊക്കെ ഇവനെ സഹായിക്കുന്നു, ഇവൻ എവിടെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ടത് സിസ്റ്റത്തിൻ്റെയും കൂടിയും പണിയാണ്. ഓക്കെ. അപ്പോൾ പണിയെടുത്തോ ഇല്ലെന്നുള്ളതൊക്കെ 2 ദിവസം കൊണ്ട് അറിയാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ സഹകരിക്കും, ഭയങ്കരമായിട്ട് സഹകരിച്ച് തന്നെ.